എല്ലാവർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വൈദ്യുതകാന്തിക പ്രേരണ എന്ന ചാപ്റ്ററിൻ്റെ ഒരു യൂണിറ്റ് ടെസ്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. കുറേ കുട്ടികളൊക്കെ അത് അറ്റൻഡ് ചെയ്തു. അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ അത് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ഞാൻ എക്സാമിന് ഇട്ടിരുന്നത്. അപ്പം അതുവഴി നിങ്ങൾക്ക് മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും റിവേഴ്സ് ചെയ്യാൻ പറ്റും. ബാക്കി ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം, യൂണിറ്റ് ടെസ്റ്റ് തന്നെയായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വീഡിയോ കാണാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ആ വീഡിയോ കാണുക, എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. എഴുതിയൊരു പ്രാക്ടീസും കൂടെ ആവാൻ വേണ്ടി കൂടിയാണ് നമ്മൾ എക്സാം ഇടുന്നത്. അപ്പോൾ ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ, അതായത് എക്സാം അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അതിൻ്റെ ആൻസേഴ്സ് ഉള്ള ഈ വീഡിയോ കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ എക്സാമിൻ്റെ ആൻസേഴ്സുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റിനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ എ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ആർമേച്ചർ ഈസ് യൂസ്ഡ് ആസ് എ സ്റ്റേറ്റർ ഇൻ പവർ ജനറേറ്റർ ദ ഡാഷ് ക്യാൻ ബി അവോയ്ഡഡ്. പവർ ജനറേറ്ററിൽ ആർമേച്ചർ സ്റ്റേറ്ററായി ഉപയോഗിക്കുമ്പോൾ ഡാഷ് ഒഴിവാക്കാൻ കഴിയും. പവർ ജനറേറ്ററിൽ സ്റ്റേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റേഷനറി, മൂവ് ചെയ്യാത്ത പാർട്ടായിട്ട് ആർമേച്ചർ വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ഒഴിവാക്കാൻ സാധിക്കും? ഏതാണ്? ഗ്രാഫൈറ്റ് ബ്രഷ് അല്ലേ. അപ്പം പവർ ജനറേറ്ററിൽ ഫീൽഡ് മാഗ്നറ്റ് ആണ് അവിടെ റൊട്ടേറ്റിംഗ് പാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒഴിവാക്കാൻ സാധിക്കുന്നത്, അതായത് ആർമേച്ചർ സ്റ്റേറ്ററായിട്ട് ഇരിക്കുവാണ്, അപ്പോൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്ന ഏതാണ്? ഗ്രാഫൈറ്റ് ബ്രഷ്. ഈ ക്വസ്റ്റിന് 1 മാർക്കാണ്. Then second question, what is the voltage of electricity generated for power transmission in India? ഇന്ത്യയിൽ പവർ പ്രേഷണത്തിനായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയുടെ വോൾട്ടത എത്ര? അറിയാമല്ലേ? എത്രയാണ്? ദാറ്റ് ഈസ് 11 kV, 11 kV. അതിന് 1 മാർക്ക്. ദെൻ സെക്ഷൻ ബി, സെക്ഷൻ ബിയിൽ 2 മാർക്കാണ് കേട്ടോ. ഓരോ ക്വസ്റ്റിനും 2 മാർക്ക്. ഇത് 3 ക്വസ്റ്റ്യൻ ആണുള്ളത്. Observe the figure of a DC motor. Write the names of the parts labeled as A and B. ഒരു DC മോട്ടറിൻ്റെ ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ എയും ബിയും അത് പാർട്സ് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം എ ഏതാണ്? എ ആർമേച്ചറാണ്. ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്പ്ലിറ്റ് റിംഗ് ആണ് കേട്ടോ. DC മോട്ടറാണ്. അപ്പം ബി അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്? സ്പ്ലിറ്റ് റിംഗ് ആണ്. ദെൻ അതിൻ്റെ ബി പാർട്ട്, what are the changes to be made so as to convert this device into an AC generator? ഈ ഉപകരണത്തെ ഒരു AC ജനറേറ്റർ ആക്കി മാറ്റാൻ ഘടനാപരമായി എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം? ഇത് DC ആണ്. AC ആക്കി മാറണമെങ്കിൽ എന്ത് ചെയ്ത് വെച്ചാൽ മതി? സ്പ്ലിറ്റ് റിങ്ങിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കണം? സ്ലിപ്പ് റിംഗ് ഉപയോഗിക്കണം അല്ലേ. അപ്പം ചേഞ്ച് ദ സ്പ്ലിറ്റ് റിംഗ് ബൈ സ്ലിപ്പ് റിംഗ്. സ്പ്ലിറ്റ് റിങ്ങിന് പകരം സ്ലിപ്പ് റിംഗ് നമുക്ക് ഉപയോഗിച്ച് അതിനെ AC ആക്കി മാറ്റാൻ സാധിക്കും. അപ്പം എ പാർട്ടിന് 1 മാർക്ക്, ബി പാർട്ടിന് 1 മാർക്ക്. Then fourth question, explain how safety is ensured by using 3-pin plugs in household wiring. ഗാർഹിക സർക്യൂട്ടുകളിൽ 3-pin പ്ലഗുകൾ സുരക്ഷ ഉറപ്പാക്കുന്നത് എങ്ങനെയെന്ന് വിശദമാക്കുക. നമുക്കറിയാം എർത്ത് പിന്നില്ലേ, എർത്ത് പിന്നിൻ്റെ ഫീച്ചേഴ്സുകളൊക്കെ പഠിച്ചതാണ്. എർത്ത് പിന്നിന് മറ്റ് പിന്നുകളെ അപേക്ഷിച്ച് നീളവും വണ്ണവും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിന് റെസിസ്റ്റൻസ് പ്രതിരോധം കുറവാണ്. ഈ മെറ്റാലിക് ബോഡി അപ്ലയൻസസിൻ്റെ ഒക്കെ മെറ്റാലിക് ബോഡി ഈ ഫേസ് ലൈനുമായിട്ട് കോൺടാക്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ആ റെസിസ്റ്റൻസ് കുറഞ്ഞ എർത്ത് ലൈനിൽ കൂടെ ഇലക്ട്രിസിറ്റി എർത്തിലേക്ക് ഫ്ലോ ചെയ്യും. അങ്ങനെ നമുക്ക് സേഫ്റ്റി എൻഷുർ ചെയ്യും, അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് അവിടെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ആൻസർ, in case the metal body of the electrical appliances comes in contact with a live wire, electricity will flow into the earth through the earth pin of 3-pin plug. Hence, electric shock can be avoided. എർത്ത് പിന്നിന് വണ്ണവും നീളവും കൂടുതലായതിനാൽ പ്രതിരോധം കുറവാണ്. ഫേസ് ലൈൻ ലോഹ ഉപരിതലവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ വൈദ്യുതി പ്രതിരോധം കുറഞ്ഞ എർത്ത് പാതയിലൂടെ ഒഴുകി ഭൂമിയിലേക്ക് പോകുന്നു. അങ്ങനെ ഇലക്ട്രിക് ഷോക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നു. 2 മാർക്കാണ്. നമുക്ക് 5th ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ്, എ ട്രാൻസ്ഫോമർ വിത്തൗട്ട് പവർ ലോസ് ഹാസ് 1500 ടേൺസ് ഇൻ ഇറ്റ്സ് പ്രൈമറി കോയിൽ ആൻഡ് 7500 ടേൺസ് ഇൻ ദ സെക്കൻഡറി കോയിൽ. സെക്കൻഡറി കോയിൽ ഡെലിവേഴ്സ് 100 watt പവർ അറ്റ് 250 volt. കാൽക്കുലേറ്റ് ദ വോൾട്ടേജ് അക്രോസ് ദ പ്രൈമറി കോയിൽ. അതാണ് എ പാർട്ട്. ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത്, ഫൈൻഡ് ദ കറണ്ട് ത്രൂ ദ പ്രൈമറി കോയിൽ. പവർ നഷ്ടമില്ലാതെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ 1500 ചുറ്റുകളും സെക്കൻഡറിയിൽ 7500 ചുറ്റുകളുമുണ്ട്. സെക്കൻഡറിയിൽ നിന്ന് 250 വോൾട്ടതയിൽ 100 വാട്ട് പവർ വിനിയോഗിക്കുന്നു എങ്കിൽ പ്രൈമറി കോയിലിലെ വോൾട്ടത കണക്കാക്കുക.
അതുപോലെ തന്നെ പ്രൈമറിയിലെ കറണ്ട് എത്രയായിരിക്കും. ഇതാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിനി ആദ്യമേ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതുക അല്ലേ. അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ടല്ലേ, പ്രൈമറിയിലത്തെ നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രൈമറിയിലത്തെ നമ്പർ ഓഫ് ടേൺസിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും, NP അല്ലേ, NP വെച്ചിട്ടാണ് നമ്മൾ പ്രൈമറിയിലത്തെ നമ്പർ ഓഫ് ടേൺസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. therefore NP ഈസ് ഈക്വൽ ടു എത്രയാണ്, 1500 ടേൺസ് തന്നിട്ടുണ്ട്. ദെൻ പിന്നെന്താണ് തന്നിരിക്കുന്നത്, സെക്കൻഡറിയിലത്തെ നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ടല്ലോ. അത് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി എത്രയാണ്, 7500 ടേൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്, പവർ തന്നിട്ടുണ്ട്. ട്രാൻസ്ഫോമറിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, പവർ ലോസ് ഉണ്ടാകുന്നില്ല. അതായത് ഇൻപുട്ടിലെ പവറും ഔട്ട്പുട്ടിലെ പവറും സെയിം തന്നെയാണെന്ന് നമുക്കറിയാം. ഇവിടെ പ്രത്യേകം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പവർ ലോസ് ഒന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇൻപുട്ടിലത്തെ പവറും ഔട്ട്പുട്ടിലെ പവറും എങ്ങനെയായിരിക്കും, സെയിം തന്നെയായിരിക്കും. അതായത് പ്രൈമറിയിലത്തെ പവർ ഇൻ പ്രൈമറിയും അതുപോലെ തന്നെ പവർ ഇൻ സെക്കൻഡറിയും സെയിം തന്നെയായിരിക്കും. അത് എത്രയാണ്, 100 വാട്ട് എന്ന് തന്നിട്ടുണ്ട്. മനസ്സിലാവുന്നല്ലോ. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, സെക്കൻഡറിയിലത്തെ വോൾട്ടേജും തന്നിട്ടുണ്ട് അല്ലേ. സെക്കൻഡറിയിലത്തെ വോൾട്ടേജ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് VS തന്നിട്ടുണ്ട്. എത്രയാണ്, 250 വോൾട്ട് തന്നിട്ടുണ്ട്. എന്തൊക്കെ കണ്ടുപിടിക്കാനുണ്ട് നമുക്കിവിടെ, പ്രൈമറിയിലത്തെ വോൾട്ടേജും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ പ്രൈമറിയിലത്തെ കറൻറ്റും കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രൈമറിയിലത്തെ വോൾട്ടേജ് അതായത് VP കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ IP അല്ലേ, VPയും കണ്ടുപിടിക്കണം, IPയും പ്രൈമറിയിലത്തെ കറൻറ്റും കണ്ടുപിടിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആദ്യമേ VP കണ്ടുപിടിക്കാം. നമുക്ക് ഇക്വേഷൻ അറിയാം, നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും തമ്മിലുള്ള ഇക്വേഷൻ അറിയാമല്ലോ. ഏതാണ്, VS/VP ഈസ് ഈക്വൽ ടു NS/NP അല്ലേ. VS/VP ഈസ് ഈക്വൽ ടു NS/NP ആണെന്നറിയാം. ദെൻ നമുക്കിനെ റീഅറേഞ്ച് ചെയ്യാം, അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എഴുതാം, ദാറ്റ് ഈസ് VS ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. VS ഇൻറ്റു NP ഈസ് ഈക്വൽ ടു VP ഇൻറ്റു NS ആണ്. VP ഇൻറ്റു NS നമുക്ക് വേണ്ടത് ഏതാണ്, ഈ VP ആണ് വേണ്ടത്. അപ്പോൾ VP മാത്രം അവിടെ നിർത്തി വെച്ച് ബാക്കി ടേംസിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എഴുതാം, ദാറ്റ് ഈസ് VP ഈസ് ഈക്വൽ ടു VP മാത്രം അവിടെ നിർത്തി ബാക്കി NSനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ എങ്ങനെയാണ് സാധിക്കും, VP ഈസ് ഈക്വൽ ടു VS/NP അല്ലേ. VS/NP ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട്, ഡിവൈഡഡ് ബൈ ഇവിടെ NS എന്ന് എഴുതാം. മനസ്സിലായല്ലോ. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ദാറ്റ് ഈസ് ഈക്വൽ ടു VS നമുക്കറിയാം എത്രയാണ്, 250 വോൾട്ട് ആണല്ലേ. 250 ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി 1500 അല്ലേ. 1500 ആണ്. സെക്കൻഡറിയിലത്തെ നമ്പർ ഓഫ് ടേൺസ് 7500. മനസ്സിലാവുന്നല്ലോ. അപ്പോൾ ഇതെല്ലാം ക്യാൻസൽ ചെയ്യുന്നു. ഇവിടുത്തെ 2 0 ഉണ്ട്, ഇവിടുത്തെ 2 0 ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യാം. ഇനി ഇവിടെ ബാക്കി നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ 75 15 കൂടെ ചെയ്യാം. ഇവിടെ 5 വരും. ദെൻ ഈ 5ഉം 250 കൂടെ ചെയ്യാം അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് 50 വരും. therefore VP ഈസ് ഈക്വൽ ടു എത്ര വന്നു, 50 അല്ലേ. 50 വോൾട്ട് എന്ന് കിട്ടി. 50 VP ഈസ് ഈക്വൽ ടു 50 വോൾട്ട് നമുക്ക് കിട്ടി. അതായത് പ്രൈമറിയിലെ വോൾട്ടേജ് കണ്ടുപിടിക്കാനല്ലേ ചോദിച്ചിരിക്കുന്നത് അല്ലേ. കാൽക്കുലേറ്റ് ദ വോൾട്ടേജ് അക്രോസ് ദ പ്രൈമറി കോയിൽ. പ്രൈമറി കോയിലെ വോൾട്ടേജ് നമുക്ക് കിട്ടി 50 വോൾട്ട് എന്ന് കിട്ടി. സെക്കൻഡറിയിലത്തെ 250 വോൾട്ട് എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഏത് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ആയിരിക്കും ഇത്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. നമ്പർ ഓഫ് ടേൺസും ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. അല്ലെങ്കിൽ വോൾട്ടേജ് നോക്കിയാൽ അറിയാം, പ്രൈമറിയിലത്തെ വോൾട്ടേജ് 50 വോൾട്ട് ആണ്, ദെൻ സെക്കൻഡറിയിൽ 250 ആണ്. അപ്പോൾ നമുക്കിവിടെ പ്രൈമറിയിലത്തെ വോൾട്ടേജ് കിട്ടില്ലേ. ഇനി നമുക്ക് ഏതാണ് സെക്കൻഡ് പാർട്ട് ചോദിച്ചിരിക്കുന്നത്, പ്രൈമറിയിലത്തെ കറണ്ട് കണ്ടുപിടിക്കണം. അതായത് B പാർട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, പ്രൈമറിയിലത്തെ കറണ്ട്, അതായത് IP നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട പ്രൈമറിയിലത്തെ കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, പവർ നഷ്ടമില്ലാത്ത ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡറിയിൽ 100 വാട്ടിൽ എത്രയാണ് 250 വോൾട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സെക്കൻഡറിയിൽ 100 വാട്ടാണെന്ന് എങ്ങനെയായിരിക്കും, പ്രൈമറിയിലും എങ്ങനെയായിരിക്കും 100 വാട്ട് തന്നെ ആയിരിക്കുമല്ലോ പ്രൈമറിയിലത്തെ പവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നല്ലോ. അപ്പോൾ നമുക്കറിയാം പവറിൻ്റെ ഇക്വേഷൻ, ജനറലായിട്ട് ഇക്വേഷൻ നമുക്കറിയാം, P ഈസ് ഈക്വൽ ടു VI ആണ് നമുക്കറിയാം അല്ലേ. P ഈസ് ഈക്വൽ ടു VI ആണ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രൈമറിയിലത്തെ പവറും സെക്കൻഡറിയിലത്തെ പവറും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ സാധിക്കും, പ്രൈമറിയിലത്തെ പവറിന് നമുക്ക് എങ്ങനെയാണ് സാധിക്കും, P ഈസ് ഈക്വൽ ടു VI അല്ല. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ VP IP എന്ന് എഴുതാം. പ്രൈമറിയിലത്തെ പവറിനെ അങ്ങനെ എഴുതാം. അതുപോലെ തന്നെ ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു VS, സെക്കൻഡറിയിലത്തെ പവറും അല്ലേ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 വാട്ടാണെന്നും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് വേണ്ടതാണ് IP ആണ് വേണ്ടത് അല്ലേ. IP ആണ് വേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ സാധിക്കും, ദാറ്റ് ഈസ് VP IP ഈസ് ഈക്വൽ ടു 100 വാട്ട് എന്ന് എഴുതാലോ. കാരണം ഇത് തന്നെയാണല്ലോ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്, സെക്കൻഡറിയിലത്തെയും പ്രൈമറിയിലത്തെയും പവർ സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് IP കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് IP ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഈ 100 അല്ലേ, 100 വാട്ട് 100 ഡിവൈഡ് ബൈ VP അല്ലേ. VP എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു
പ്രൈമറിയിലത്തെ വോൾട്ടേജ് നമുക്കറിയാം 50 ആണ് നമുക്കിവിടെ കിട്ടി. പ്രൈമറിയിലത്തെ വോൾട്ടേജ് 50 ആണെന്ന് കിട്ടി. therefore IP ഈസ് ഈക്വൽ ടു എത്ര വരും? 100 ഡിവൈഡ് ബൈ 50 2 ആംപിയർ അല്ലേ? പ്രൈമറിയിലത്തെ കറണ്ട് നമുക്കിവിടെ 2 ആംപിയർ എന്ന് കിട്ടി. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം VP IP ഈസ് ഈക്വൽ ടു VS IS അതെന്ന് വെച്ചാൽ പവറാണ്. ഇത് പവറാണ്. സെക്കൻഡറിയിലത്തെ പവർ എന്ന് പറഞ്ഞാലും പ്രൈമറിയിലത്തെ പവർ എന്ന് പറഞ്ഞാലും എങ്ങനെയാണ്? സെയിം തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ IP കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആംപിയർ. മനസ്സിലായല്ലോ. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ് ട്രാൻസ്ഫോമറിന് പവർ ലോസ് ഇല്ല എന്നുള്ളത്. പ്രൈമറിയിൽ എത്രയാണോ പവർ അത് തന്നെയായിരിക്കും സെക്കൻഡറിയിലത്തെ പവറും. അതും ചിലപ്പോൾ 1 മാർക്കിൻ്റെ ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ പവർ ഇൻ പ്രൈമറി എന്ന് പറഞ്ഞൊരു പവർ തന്നിരിക്കും, ദെൻ വാട്ട് ഈസ് ദ പവർ ഇൻ സെക്കൻഡറി എന്ന് ചോദിക്കും. അപ്പോൾ അത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്. അപ്പം കൃത്യമായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ എങ്ങനെയാണ് പ്രൈമറിയിലത്തെ പവറും സെക്കൻഡറിയിലത്തെ പവറും സെയിം തന്നെയായിരിക്കും. പ്രൈമറിയിൽ എത്രയാണോ പവർ ഉണ്ടാകുന്നത് അതേ വാല്യൂ തന്നെയായിരിക്കും സെക്കൻഡറിയിലത്തെ പവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പം ഇത് ക്ലിയർ ആയത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്രൈമറിയിലത്തെ വോൾട്ടേജും കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രൈമറി കോയിലിലെ കറൻറ്റും കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. therefore IP ഈസ് ഈക്വൽ ടു 2 ആംപിയർ ആൻഡ് VP ഈസ് ഈക്വൽ ടു 50 വോൾട്ട്. Then 6th question, the following figure represents the configuration of the output lines in a distribution transformer. ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് വരുന്ന ആ ലൈൻസിൻ്റെ ഒരു കോൺഫിഗറേഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എ, ഗീവ് ദ നെയിം ഓഫ് ദിസ് കോൺഫിഗറേഷൻ. ഈ കോൺഫിഗറേഷൻ്റെ പേരെന്ത്? എന്താണ്? സ്റ്റാർ കണക്ഷൻ. ബി, വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഫേസ് ലൈൻ. 2 ഫേസ് ലൈനുകളിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ്? 2 ഫേസ് ലൈനിലെ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 400 അല്ലേ? 400 വോൾട്ടാണ്. ഒരു ഫേസും ന്യൂട്രലാണെങ്കിൽ ഓർക്കുക 230 ആണ്. അപ്പം ഇവിടെ 2 ഫേസ് ലൈനിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം 400 വോൾട്ട്. Then in a C part, why a person standing on the earth do not get electrocuted when he comes in contact with the neutral line. തറയിൽ നിന്നുകൊണ്ട് ന്യൂട്രൽ ലൈനിൽ തൊടുന്നയാൾക്ക് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാത്തത് എന്തുകൊണ്ടാണ്? എന്താണ് കാരണം? എർത്തും ന്യൂട്രലിൻ്റെ ചാർജ് നമുക്കറിയാം 0 ആണ് അല്ലേ? എർത്തിൻ്റെ ചാർജ് എത്രയാണ്? 0 ആണ്. അപ്പം അത് തമ്മിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 0 ആണ്. അതുകൊണ്ട് അയാളിലേക്ക് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നില്ല. മനസ്സിലാകുന്നുണ്ട്. അപ്പം ന്യൂട്രൽ ലൈനിൽ തൊടുമ്പോൾ 0 ആണ് ന്യൂട്രലിൻ്റെ ചാർജ്, എർത്തിൽ തൊടുമ്പോൾ എർത്തിൻ്റെ ചാർജും 0 ആണ്. അപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് ഷോക്ക് ഏൽക്കുന്നില്ല. Because the potential difference between the earth line and the neutral line is 0. So there is no flow of electric current through the person. ഭൂമിയും ന്യൂട്രൽ ലൈനും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 0 ആണ്. ആയതിനാൽ അയാളിലൂടെ വൈദ്യുത പ്രവാഹം സാധ്യമല്ല. അപ്പോൾ 6th ക്വസ്റ്റ്യനിലെ ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണ്. അങ്ങനെ ടോട്ടൽ 3 മാർക്ക്. Then 7th question, അനലൈസ് ദ സർക്യൂട്ട് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ടല്ലേ, അത് നോക്കി വെച്ച് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. എ സ്റ്റുഡൻറ്റ് സെഡ് ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡെവലപ്ഡ് അറൌണ്ട് ദ സോളിനോഡ് ഇൻ ദ സെക്കൻഡ് സർക്യൂട്ട്. എക്സ്പ്ലെയിൻ യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ്. ചിത്രത്തിൽ 2ാമത്തെ സർക്യൂട്ടിൽ മാത്രമേ കാന്തിക ഫ്ലക്സ് പ്രേരണം ചെയ്യപ്പെടുന്നുള്ളൂ എന്നൊരു കുട്ടി അഭിപ്രായപ്പെട്ടു. ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ അഭിപ്രായം വിശദമാക്കുക. സർക്യൂട്ട് തന്നിട്ട് 2 സർക്യൂട്ട് തന്നിട്ടുണ്ട്. സർക്യൂട്ട് 1, 2. അതെന്താണ്? ഒരു സോളിനോയിഡാണ്. അതിൻ്റെ ചുള്ളിൽ ഒരു സോഫ്റ്റ് അയൺ കോർ, ഒരു പച്ചിരുമ്പ് കോർ വെച്ചിട്ടുണ്ട്. ഒരു ബൾബ് അവിടെ ഉണ്ട്. 3 വാട്ടിൻ്റെ ബൾബാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കുക, സർക്യൂട്ട് 1ൽ ഏതാണ്? DC ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സർക്യൂട്ട് Bയിൽ AC ആണ് കേട്ടോ. ACയുടെയും DCയുടെയും സിമ്പിൾ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ ഈ കുട്ടി എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 2ാമത്തെ സർക്യൂട്ടിൽ മാത്രമേ കാന്തിക ഫ്ലക്സ് പ്രേരണം ചെയ്യപ്പെടുന്നുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? നമുക്കറിയാം ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിയുമ്പോൾ അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട്. ശരിയല്ലേ? ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ രൂപപ്പെടുന്നുണ്ട്. അവിടെ അതിൻ്റെ ഫലമായിട്ടൊരു മാഗ്നറ്റിക് ഫ്ലക്സും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് സർക്യൂട്ടിൽ DC ആയതുകൊണ്ട് എന്താണ്? സ്വിച്ച് ഓൺ ചെയ്തു, അവിടെ ഒരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ, സ്വിച്ച് ഓൺ ചെയ്തു, സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴും എന്താണ്? അവിടെ ഉണ്ടാകുന്ന ഫ്ലക്സിന് ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ സെക്കൻഡ് സർക്യൂട്ടിൽ AC ആണ് ഉപയോഗിച്ചിരിക്കുന്നില്ലേ? AC ഉപയോഗിക്കുമ്പോൾ എന്താണ്? നമ്മൾ പഠിച്ചാണ് ബാക്ക് EMF ഒക്കെ ഉണ്ടാകുന്നുണ്ടല്ലേ? അതുതന്നെയല്ല, തുടർച്ചയായിട്ട് AC ഉപയോഗിക്കുമ്പോൾ എന്താണ്? അവിടെ കാന്തിക ഫ്ലക്സിന് ചേഞ്ച് വരുവാണ് ചെയ്യുന്നത് അല്ലേ? അപ്പം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതനുസരിച്ചിട്ട് എന്താണ്? കാന്തിക ഫ്ലക്സിന് തുടർച്ചയായിട്ട് ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി പറഞ്ഞത് 2ാമത്തെ സർക്യൂട്ടിൽ മാത്രമേ കാന്തിക ഫ്ലക്സ് പ്രേരണം ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതിനോട് നമുക്ക് യോജിക്കാൻ സാധിക്കില്ല. കാരണം 2 സർക്യൂട്ടിലും കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട്. അതനുസരിച്ചിട്ട് മാഗ്നറ്റിക് ഫ്ലക്സും അവിടെ രൂപപ്പെടുന്നുണ്ട്. പക്ഷേ ആ ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുന്ന എവിടെയാണ്? സെക്കൻഡ് സർക്യൂട്ടിൽ മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ?
Answer: magnetic flux will be induced in both the circuit, but variable magnetic flux will be induced only in the circuit 2. കുട്ടിയുടെ അഭിപ്രായം ശരിയല്ല. കാരണം വൈദ്യുതി കടന്നു പോകുന്ന ഏതൊരു ചാലകത്തിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് സർക്യൂട്ടിലും കാന്തിക ഫ്ലക്സ് പ്രേരണം ചെയ്യപ്പെടുന്നു. എന്നാൽ സർക്യൂട്ട് 1-ൽ DC ഉപയോഗിച്ചിരിക്കുന്നതിനാൽ സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം ഓഫ് ചെയ്യുന്നതുവരെ അവിടെ ഉണ്ടാകുന്ന കാന്തിക ഫ്ലക്സിന് മാറ്റം ഉണ്ടാകുന്നില്ല. എന്നാൽ സർക്യൂട്ട് 2-ൽ AC ഉപയോഗിച്ചിരിക്കുന്നതിനാൽ അവിടെ ഉണ്ടാകുന്ന കാന്തിക ഫ്ലക്സ് തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ക്വസ്റ്റിന് 1 മാർക്കാണുള്ളത്. ഇനി അതിൻ്റെ ബി പാർട്ട്, ഇൻ വിച്ച് സർക്യൂട്ട് എ കണ്ടിന്യൂസ് EMF പ്രൊഡ്യൂസ്ഡ്, നെയിം ദിസ് ഫിനോമിനൻ ആൻഡ് എക്സ്പ്ലെയിൻ. ഏത് സർക്യൂട്ടിലാണ് തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു EMF പ്രേരണം ചെയ്യപ്പെടുന്നത്? ഈ പ്രതിഭാസം ഏതു പേരിൽ അറിയപ്പെടുന്നു? വിശദീകരിക്കുക. ഏതിലാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞില്ലേ, ഏത് സർക്യൂട്ടിലാണ് മാഗ്നറ്റിക് ഫ്ലക്സ് അവിടെ തുടർച്ചയായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതായത് EMF അവിടെ ഉണ്ടാകുന്ന ഏത് സർക്യൂട്ടിലാണ്? സെക്കൻഡ് സർക്യൂട്ടിലാണല്ലേ. അപ്പോൾ അതിന് പറയുന്ന പേരെന്താണ്? സെൽഫ് ഇൻഡക്ഷൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആൻസർ ഇൻ സെക്കൻഡ് സർക്യൂട്ട് അല്ലെങ്കിൽ സർക്യൂട്ട് 2, അതിന് പറയുന്ന പേരാണ് ദാറ്റ് ഈസ് സെൽഫ് ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ഷൻ എന്താണെന്ന് നമ്മളൊന്ന് ഡെഫിനിഷൻ കൊടുക്കുക. ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ആൻ AC ഇൻ എ സോളിനോഡ് വിൽ ജനറേറ്റ് എ ബാക്ക് EMF ഇൻ ദ സെയിം സോളിനോഡ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് അപ്ലൈഡ് ടു ഇറ്റ്. ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് സെൽഫ് ഇൻഡക്ഷൻ. സർക്യൂട്ട് 2-ലാണ് തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന EMF പ്രേരണം ചെയ്യപ്പെടുന്നത്. ഇത് സെൽഫ് ഇൻഡക്ഷൻ എന്നറിയപ്പെടുന്നു. സെൽഫ് ഇൻഡക്ഷൻ്റെ ആ ഡെഫിനിഷനും കൂടെ നിങ്ങളൊന്ന് എഴുതി വെക്കുക. ഇതിന് 2 മാർക്കാണ്. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് 8th one. ദാറ്റ് ഈസ് ഇൻ എ ഹൗസ് 5 CF lamps ഈച്ച് ഓഫ് 24 watt work for a period of 5 hours and 2 fans of 80 watt work for 5 hours. What will be the electric consumption in kilowatt hour for a month? ഒരു വീട്ടിൽ 24 വാട്ടിൻ്റെ 5 CFL ലാമ്പുകൾ 5 മണിക്കൂറും 80 വാട്ടിൻ്റെ 2 ഫാനുകൾ 5 മണിക്കൂറും പ്രവർത്തിക്കുന്നു അല്ലേ എങ്കിൽ ഒരു മാസം വാട്ട് അവർ മീറ്ററിൽ എത്ര യൂണിറ്റ് ഉപഭോഗം രേഖപ്പെടുത്തും? മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ. ഒരു വീട്ടിൽ 5 CFL ലാമ്പുണ്ട്, അതിൽ ഓരോന്നിനും 24 വാട്ടാണ്, അത് 5 മണിക്കൂർ വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ 2 ഫാന്, ഓരോ ഫാനും 80 വാട്ടിൻ്റെയാണ്, അത് 5 മണിക്കൂറും വർക്ക് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഒരു മാസം എന്തുമാത്രമായിരിക്കും അവിടെ, എന്തുമാത്രം യൂണിറ്റ് എനർജി അവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കറിയാം കിലോ വാട്ടിലുള്ള എനർജി കൺസംഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഏതാണ്? എനർജി ഇൻ കിലോ വാട്ട് അവർ. ഇക്വേഷൻ ഏതാണ്? എനർജി ഇൻ കിലോ വാട്ട് അവർ ദാറ്റ് ഈസ് ഈക്വൽ ടു പവർ ഇൻ അല്ലേ, പവർ ഇൻ വാട്ട്, പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവർ അല്ലേ, ടൈം ഇൻ അവർ ഡിവൈഡ് ബൈ 1000. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു 5 CFL ലാമ്പ് 24 വാട്ടിൻ്റെ 5 CFL ലാമ്പ് 5 മണിക്കൂർ വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ 2 ഫാന് 80 വാട്ടിൻ്റെ 2 ഫാന് 5 മണിക്കൂറും വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആദ്യമേ ഒരു ദിവസത്തെ കണ്ടുപിടിക്കാം, പിന്നെ നമുക്ക് ഒരു മാസത്തെ കണ്ടുപിടിക്കാം. ആദ്യമേ നമുക്ക് CFLൻ്റെ നോക്കാം കേട്ടോ. CFL ലാമ്പിൻ്റെ CFL ലാമ്പ് 5 CFL ലാമ്പുണ്ട് അല്ലേ, അത് 24 വാട്ടാണ്. അപ്പം അത് 5 മണിക്കൂർ വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആദ്യമേ CFLനെ നോക്കാം. CFL എന്തുമാത്രം എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം എനർജി കൺസപ്ഷൻ ഓഫ് CFL ലാമ്പ്, എനർജി കൺസപ്ഷൻ ഓഫ് CFLന് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? പവർ എത്രയാണ്? 24 അല്ലേ, 24 വാട്ടാണ്. അതങ്ങനെയുള്ള എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട് അല്ലേ. 24 വാട്ടിന് 5 എണ്ണം ഉണ്ട്. ദെൻ ടൈം എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു? 5 മണിക്കൂറും വർക്ക് ചെയ്യുന്നു അല്ലേ, ഡിവൈഡ് ബൈ 1000. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ആണെങ്കിൽ 24 ഇൻറ്റു ഇത് 5 ഇൻറ്റു 5 25 എന്ന് എഴുതാം, ഡിവൈഡ് ബൈ 1000 നമുക്ക് നോക്കാം. ദെൻ ഇനി നമുക്കിത് ക്യാൻസൽ ചെയ്യാം. 25ഉം 1000ഉം കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കിട്ടും 40 എന്ന് എഴുതാം. ദെൻ ഈ 40ഉം 24ഉം കൂടെ ചെയ്യാൻ സാധിക്കും. 40 24 ചെയ്യുമ്പോൾ ഇവിടെ 6 വരും, ഇവിടെ ഒരു 10 വരും, പിന്നെ ക്യാൻസൽ ചെയ്യാം അല്ലേ, 2 വെച്ച് ക്യാൻസൽ ചെയ്യാം, ഇവിടെ ഒരു 3 വരും, ഇവിടെ ഒരു 5 വരും അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു അവസാനം 3/5 എന്ന് വരും. 3/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് 0.6 കിലോ വാട്ട് അവർ അല്ലേ. 0.6 കിലോ വാട്ട് അവർ എനർജി അവിടെ ഒരു ദിവസം 5 CFL ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ പറഞ്ഞത്. അതുപോലെ തന്നെ ഫാനിൻ്റെ നോക്കാം. ഒരു ദിവസം ഫാൻ ഉപയോഗിക്കുന്നു അല്ലേ, ഫാൻ ഒരു ദിവസം ഉപയോഗിക്കുന്ന എനർജി. അപ്പം എനർജി കൺസപ്ഷൻ അല്ലേ,
എനർജി കൺസപ്ഷൻ ഓഫ് ഫാൻ അല്ലേ, ഫാൻ. അപ്പോൾ നമുക്ക് നോക്കാം എത്രയാണ് പവർ, ഫാനിൻ്റെ പവർ എത്രയാണ്, 80 വാട്ടാണ്. അത്ര അങ്ങനെയുള്ള എത്ര എണ്ണം ഉണ്ട്, 2 എണ്ണം ഉണ്ട്. അത് 5 മണിക്കൂർ വർക്ക് ചെയ്യുന്നു, ഡിവൈഡ് ബൈ 1000 നോക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ദാറ്റ് ഈസ് 80 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യാം, 10 ഡിവൈഡ് ബൈ 1000. ഇവിടെ ഒരു 10 അത് ക്യാൻസൽ ചെയ്ത് പോകും, ഇവിടെ ഒരു ഇതുണ്ട് അതും ക്യാൻസൽ ചെയ്ത് പോകും. therefore 8 ഡിവൈഡ് ബൈ 10 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.8 കിലോവാട്ട് അവർ അല്ലേ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. CFL ഒരു ദിവസം 0.6 കിലോവാട്ട് അവറും ഫാൻ ഒരു ദിവസം 0.8 കിലോവാട്ട് അവറും എനർജി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം എന്തുമാത്രം ടോട്ടൽ എനർജി അവിടെ ഉപയോഗിക്കുന്നുണ്ട് അത് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ടോട്ടൽ എനർജി കൺസ്യൂംഡ് ഫോർ 1 ഡേ അല്ലേ. ഒരു ദിവസത്തെ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, രണ്ടും കൂടെ ആഡ് ചെയ്ത് വെച്ചാൽ മതി. ദാറ്റ് ഈസ് 0.6 പ്ലസ് 0.8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.4 കിലോവാട്ട് അവർ. അപ്പോൾ ഒരു ദിവസം 1.4 കിലോവാട്ട് അവർ എനർജി ഈ CFLും ഫാനും ഉപയോഗിക്കുന്നുണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഒരു മാസം എന്തുമാത്രം എനർജി ഉപയോഗിക്കുന്നുണ്ടല്ലേ. അപ്പം ദാറ്റ് ഈസ് ടോട്ടൽ എനർജി കൺസ്യൂംഡ് ഫോർ 1 മന്ത് അല്ലേ. ഫോർ 1 മന്ത് നമുക്ക് നോക്കാം. 1 മന്തിലെ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഒരു മാസം നമുക്ക് 30 ഡേയ്സിനായിട്ട് കണക്കാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 1.4 ഇൻറ്റു 30 ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുക. അപ്പോൾ ദാറ്റ് ഈസ് 1.4 ഇൻറ്റു 30 ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 42 എന്ന് വരും കേട്ടോ. 42 കിലോവാട്ട് അവർ. 42 കിലോവാട്ട് അവർ എനർജി അവിടെ ഒരു മാസം ഈ CFLും അതായത് 5 CFLും 2 ഫാനും ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എനർജി അല്ല എന്തുമാത്രം എനർജി അവിടെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. എനർജിയുടെ ഉപഭോഗം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്, 42 കിലോവാട്ട് അവർ ഒരു മാസത്തെ. അത്രയും യൂണിറ്റ് എനർജിയാണ് ഒരു മാസം വീട്ടിൽ ഉപയോഗിക്കുന്നത്. വീട്ടിലെ ഉപഭോഗം മനസ്സിലായല്ലോ. അപ്പം ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. അപ്പം ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണല്ലേ, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ഒരു സ്റ്റെപ്പിന് 1 മാർക്ക് ഉണ്ടായിരിക്കും, ഇതിന് 1 മാർക്ക് ഉണ്ടായിരിക്കും, ഇത് കണ്ടുപിടിക്കാനും 1 മാർക്കുണ്ട്, പിന്നെ ഇതിന് 1/2 മാർക്ക്, അതുപോലെ തന്നെ ഇതിനും 1/2 മാർക്ക് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടായിരിക്കണം, അതനുസരിച്ചിട്ട് ഇക്വേഷൻ ഉണ്ടായിരിക്കണം, സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കണം, അതനുസരിച്ചിട്ട് നിങ്ങൾ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ദെൻ സെക്ഷൻ ഡിയിൽ 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, ഓരോന്നിനും 4 മാർക്ക് വീതം. 9th one, 3 students are doing the same experiment by using the following sets of solenoids and magnets. Magnets are identical and the solenoids are wound in clockwise direction with the same type of wire. ക്ലാസ്സിലെ 3 വിദ്യാർത്ഥികൾ താഴെ തന്നിരിക്കുന്ന 3 സെറ്റ് ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരേ പരീക്ഷണം നടത്തുന്നു. ചിത്രത്തിൽ നൽകിയിരിക്കുന്ന കാന്തങ്ങളെല്ലാം സമാനവും സോളിനോയിഡുകളെല്ലാം കവചിത ചെമ്പുകമ്പി ഉപയോഗിച്ച് പ്രദക്ഷിണ ദിശയിൽ ചുറ്റിയെടുത്തവയുമാണ്. മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻസ്. ഒരു ക്ലാസ്സിലെ കുട്ടികൾ ഒരു 3 സെറ്റ് ഉപകരണങ്ങൾ കൊടുത്തു, അത് വെച്ച് അവരൊരു പരീക്ഷ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ്, മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട്, കോയിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ, പിന്നെ ഒരു ഗാൽവനോമീറ്ററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന മാഗ്നറ്റ് എല്ലാം 3 മാഗ്നറ്റ് ഒരുപോലത്തെയാണ്, സോളിനോയിഡ് ഒരുപോലത്തെയാണ്. അത് കവചിത ചെമ്പുകമ്പ് ഉപയോഗിച്ചിട്ട് പ്രദക്ഷിണ ദിശയിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അത് ചുറ്റിയെടുത്തതുമാണ്. ദെൻ ക്വസ്റ്റ്യൻ എ, why the galvanometer needle deflects while the magnet moves towards the solenoid. കാന്തം സോളിനോയിഡിനുള്ളിലേക്ക് ചലിപ്പിക്കുമ്പോൾ ഗാൽവനോമീറ്റർ സൂചി വിഭ്രംശിക്കുന്നു എന്തുകൊണ്ടായിരിക്കും? മനസ്സിലായല്ലോ. അപ്പം ഫിഗർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ആദ്യത്തേൽ എക്സ്പെരിമെൻറ്റിൽ 50 ടേൺസ് ആണ്, രണ്ടാമത്തേൽ 100 ടേൺസ് ഉണ്ട്, മൂന്നാമത്തേൽ 50 ടേൺസ്. സ്ട്രെങ്ത് അല്ല, മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് അല്ല ഒരുപോലെ തന്നെയാണ്, ടേൺസിന് മാത്രമേ ഉള്ളൂ, ചുറ്റുകൾക്ക് മാത്രമുള്ള വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ സെയിം മാഗ്നറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, ആ ടേൺസിന് ചുറ്റുകൾക്ക് മാത്രമേ ഉള്ള വ്യത്യാസമുള്ളൂ അല്ലേ. അപ്പം ഈ കാന്തം സോളിനോയിഡിനുള്ളിലേക്ക് ചലിപ്പിക്കുമ്പോൾ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവും നമുക്കറിയാം. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്? നമ്മൾ പഠിച്ചു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലേ. ഒന്നെങ്കിൽ എന്താണ് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്, അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടെന്നുള്ളതാണ് അല്ലേ.
അപ്പോൾ ഇവിടെ നോക്കിവിടെ മാഗ്നറ്റ് എല്ലാം സെയിം ആണ്, ആ ടേൺസ് സോളിനോഡിൻ്റെ ആ ടേൺസിന് മാത്രമേ വ്യത്യാസപ്പെടുന്നുള്ളൂ അല്ലേ. അപ്പം ആ കാന്തം സോളിനോഡിൻ്റെ അടുത്തേക്ക് ചലിപ്പിക്കുമ്പോൾ ഡിഫ്ലക്ഷൻ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഡിഫ്ലക്ഷൻ ഉണ്ടാകാൻ കാരണം എന്താണ്? അവിടെ ഗാൽവനോമീറ്റർ എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്? പ്രസൻസ് കറണ്ടിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാനും അറിയാനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ ഗാൽവനോമീറ്റർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതായത് വൈദ്യുതകാന്തിക പ്രേരണം അവിടെ ഉണ്ടാകുന്നുണ്ട്. മാഗ്നറ്റ് സോളിനോഡിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ എന്താണ്? വൈദ്യുതപ്രവാഹം അല്ലേ, വൈദ്യുതപ്രവാഹം ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പം ആ ഒരു റീസൺ കാരണമാണ് അവിടെ അത് ഡിഫ്ലക്റ്റ് ചെയ്യാൻ കാരണം. അതായത് ഡ്യൂ ടു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അല്ലെങ്കിൽ വൈദ്യുതകാന്തിക പ്രേരണം മൂലമോ വൈദ്യുത പ്രവാഹം മൂലമോ ആണ് ഗാൽവനോമീറ്റർ സൂചി വിഭ്രംശിക്കുന്നത്. Then അതിൻ്റെ ബി പാർട്ട്, among the experiments 1, 2 and 3 identify the solenoids which produce the same direction of deflection when the magnet is moved towards the coil. നൽകിയിരിക്കുന്ന 3 പരീക്ഷണങ്ങളിൽ കാന്തം കമ്പിച്ചുരുളിനുള്ളിലേക്ക് ചലിപ്പിക്കുമ്പോൾ ഗാൽവനോമീറ്റർ സൂചി ഒരേ ദിശയിലേക്ക് ചലിക്കുന്നത് ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. മനസ്സിലായല്ല, 3 എക്സ്പെരിമെൻറ്റിലേ തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ മാഗ്നറ്റ് ആ സോളിനോഡിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഗാൽവനോമീറ്ററിൻ്റെ സൂചി ഒരേ ദിശയിലേക്ക് ചലിക്കുന്നത്. അപ്പോൾ ഫിഗർ തന്നെ നോക്കി അറിയാം. എക്സ്പെരിമെൻറ്റ് 1 സൗത്ത് ആണ്, മാഗ്നറ്റിൻ്റെ സൗത്ത് ആണ് സോളിനോഡിനുള്ളിലേക്ക് കയറുന്നത്. എക്സ്പെരിമെൻറ്റ് 2 ഏതാണ്? സൗത്ത് ആണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എക്സ്പെരിമെൻറ്റ് 3 എങ്ങനെയാണ്? നോർത്ത് ആണ് ഉള്ളിലേക്ക് കയറുന്നത് അല്ലേ. അപ്പം ഏത് എക്സ്പെരിമെൻറ്റിലായിരിക്കാം ഒരേ ദിശയിലേക്ക് കാണിക്കുന്നത്? എക്സ്പെരിമെൻറ്റ് 1ഉം 2ഉം, കാരണം മാഗ്നറ്റിൻ്റെ സൗത്ത് ആണ് അതിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ എന്താണ്? ഇൻ എക്സ്പെരിമെൻറ്റ്സ് 1 and 2, പരീക്ഷണം 1ലും പരീക്ഷണം 2ലുമാണ് ഗാൽവനോമീറ്റർ സൂചി ഒരേ ദിശയിലേക്ക് ചലിക്കുന്നത്. ഇനി അതിൻ്റെ സി പാർട്ട് ഉണ്ട്, റൈറ്റ് എനി 2 methods ടു ഇൻക്രീസ് ദ ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ സോളിനോയിഡ്. സോളിനോയിഡിലെ പ്രേരിത EMFൻ്റെ അളവ് വർദ്ധിപ്പിക്കാനുള്ള ഏതെങ്കിലും 2 മാർഗങ്ങൾ എഴുതുക. സോളിനോയിഡിലെ പ്രേരിത EMFൻ്റെ അളവ് വർദ്ധിപ്പിക്കാനുള്ള Then അതിൻ്റെ സി പാർട്ട്, റൈറ്റ് എനി 2 methods ടു ഇൻക്രീസ് ദ ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ സോളിനോയിഡ്. ആ സോളിനോയിഡിലെ ഇൻഡ്യൂസ്ഡ് EMF പ്രേരിത EMFൻ്റെ അളവ് വർദ്ധിപ്പിക്കാനുള്ള ഏതെങ്കിലും 2 മാർഗങ്ങൾ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒന്നുകിൽ മാഗ്നറ്റിന് സ്ട്രെങ്ത് കൂട്ടുക അല്ലേ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക. അതുപോലെ തന്നെ ആ മാഗ്നറ്റ് സോളിനോയിഡ് നമ്മൾ റിലേറ്റീവ് മോഷൻ്റെ സ്പീഡ് അവിടെ കൂട്ടുക. അതുവഴിയൊക്കെ നമുക്ക് അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ സാധിക്കും. അപ്പോൾ എന്താണ്? ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് മോഷൻ ഓഫ് ദ മാഗ്നറ്റ്, ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി സോളിനോയിഡ്, യൂസ് പവർഫുൾ മാഗ്നറ്റ്. കാന്തത്തിൻ്റെ ചലനവേഗത കൂട്ടുക, ചുറ്റുകളുടെ എണ്ണം കൂട്ടുക, കാന്തത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുക. അപ്പോൾ ഈ സെക്ഷനിലെ എ പാർട്ടിന് 1 മാർക്കും ബി പാർട്ടിന് 1 മാർക്കും സി പാർട്ടിന് 2 മാർക്കുമാണ്. അങ്ങനെ ടോട്ടൽ 4 മാർക്ക്. Then 10th question, observe the figure and answer the following questions. B1 and B2 are identical bulbs. ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. B1ഉം B2ഉം ബൾബുകളാണ്. എ, വിച്ച് ബൾബ് വിൽ ഗ്ലോ ഇൻ ദ സർക്യൂട്ട്. സർക്യൂട്ടിൽ പ്രകാശിക്കുന്ന ബൾബ് ഏത്? ഫിഗർ കണ്ടല്ലോ, ഒരു സോഫ്റ്റ് അയൺ ആണ്. സോഫ്റ്റ് അയൺ കോറിന്മേൽ ഒരു സോളിനോയിഡ് ഇങ്ങനെ ചുറ്റിയിരിക്കുകയാണ് അല്ലേ. 9 വോൾട്ടിൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്, 2 ബൾബുണ്ട്, B1 B2, അതുപോലെ തന്നെ ഒരു സ്വിച്ചും ഉണ്ട് അല്ലേ. അപ്പോൾ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ അവിടെ ഏത് ബൾബായിരിക്കും പ്രകാശിക്കുന്നത്? അത് ഓർത്തോണ്ട്, സ്വിച്ച് ഓൺ ആയി കഴിയുമെന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം സ്വിച്ച് ഓൺ ആയി കഴിയുമ്പോൾ ഏതായിരിക്കും അവിടെ ഗ്ലോ ചെയ്യുന്നത്? B1 ആയിരിക്കും അല്ലേ. B1 ബൾബായിരിക്കും അവിടെ ഗ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റിന് 1 മാർക്ക്. Then അതിൻ്റെ ബി പാർട്ട്, ഇഫ് ദ ബാറ്ററി ഇൻ ദ സർക്യൂട്ട് ഈസ് റീപ്ലേസ്ഡ് ബൈ ആൻ AC സോഴ്സ് ഓഫ് ദ സെയിം വോൾട്ടേജ്, വാട്ട് ചേഞ്ച് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ ദ വർക്കിംഗ് ഓഫ് ദ ബൾബ്സ്? എക്സ്പ്ലെയിൻ ദ റീസൺസ് ഫോർ ദിസ് ചേഞ്ച്. സർക്യൂട്ടിലെ DC സ്രോതസ് മാറ്റി സമാന വോൾട്ടതയിലുള്ള AC സ്രോതസ് ഘടിപ്പിക്കുന്നു. ബൾബുകളുടെ പ്രവർത്തനത്തിൽ എന്ത് മാറ്റമാണ് നിരീക്ഷിക്കുന്നത്? മാറ്റങ്ങൾക്കുള്ള കാരണം വിശദമാക്കുക. അപ്പോൾ ഇവിടെ DC ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. DC മാറ്റി നമ്മൾ AC അല്ലേ, AC കണക്ട് ചെയ്യുന്നു. AC കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 2 ബൾബും അല്ലേ. AC കണക്ട് ചെയ്യുമ്പോൾ 2 ബൾബോട് ഗ്ലോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ പഠിച്ചതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലേ. പക്ഷേ 2 ബൾബും ഗ്ലോ ചെയ്യുന്നുണ്ടെങ്കിലും B1ൻ്റെ ഇൻറ്റൻസിറ്റി അവിടെ കുറയുന്നുണ്ട്. അതിന് കാരണം എന്താണ്? സെൽഫ് ഇൻഡക്ഷൻ നടക്കുന്നുണ്ട്, ബാക്ക് EMF അവിടെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് B1ൻ്റെ ഇൻറ്റൻസിറ്റി അവിടെ കുറയുന്നുണ്ട്. ആൻസർ, 2 bulbs B1 and B2 will glow due to mutual induction. Intensity of B1 decreases due to self induction.
സെൽഫ് ഇൻഡക്ഷൻ മൂലം B1 എന്ന ബൾബിൻ്റെ പ്രകാശത്തിൽ കുറവുണ്ടാകും. B2 എന്ന ബൾബ് തുടർച്ചയായി പ്രകാശിച്ചു നിൽക്കും. ഒന്നാമത്തെ കോയിലിലൂടെ വ്യതിയാനം സംഭവിക്കുന്ന വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിനു ചുറ്റും രൂപപ്പെടുന്ന കാന്തിക മണ്ഡലത്തിനും വ്യതിയാനം സംഭവിക്കുന്നു. മനസ്സിലായല്ലോ? അതായത് AC ആണ് ഒന്നാമത്തെ കോയിലൂടെ കടന്നു പോകുന്നില്ല. AC-യുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, വേരിയിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ചുറ്റിനും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനും അവിടെ വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായി മ്യൂച്വൽ ഇൻഡക്ഷനിലൂടെ സെക്കൻഡ് കോയിലിലേക്ക് വൈദ്യുതി പ്രേരണം ചെയ്യപ്പെടുന്നതിനാലാണ് B2 എന്ന ബൾബ് പ്രകാശിക്കുന്നത്. അപ്പം AC കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുമൂലം അവിടെ സെക്കൻഡ് സർക്യൂട്ടിലെ ആ കോയിലിലേക്ക് ഇലക്ട്രിസിറ്റി പ്രേരണം ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അതിൻ്റെ ഫലമായിട്ടാണ് B2 അവിടെ ഗ്ലോ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? സെൽഫ് ഇൻഡക്ഷൻ മൂലം B1 എന്ന ബൾബിൻ്റെ പ്രകാശത്തിൽ കുറവുണ്ടാവും. B2 എന്ന ബൾബ് തുടർച്ചയായി പ്രകാശിച്ച് നിൽക്കും. ഒന്നാമത്തെ കോയിലൂടെ വ്യതിയാനം സംഭവിക്കുന്ന വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിനു ചുറ്റും രൂപപ്പെടുന്ന കാന്തിക മണ്ഡലത്തിനും വ്യതിയാനം സംഭവിക്കും. തൽഫലമായി മ്യൂച്വൽ ഇൻഡക്ഷനിലൂടെ സെക്കൻഡറി കോയിലിൽ വൈദ്യുതി പ്രേരണം ചെയ്യപ്പെടുന്നതിനാലാണ് B2 എന്ന ബൾബ് പ്രകാശിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം അതാണ് ആൻസർ. അപ്പോൾ ഇതിന് 3 മാർക്കാണ്. അപ്പം 2 ബൾബും ഗ്ലോ ചെയ്യുന്നു എന്നുള്ളതിനും ഉണ്ട് കേട്ടോ മാർക്ക്. ക്വസ്റ്റ്യൻ അങ്ങനെയല്ലേ ചോദിച്ചിരിക്കുന്നതല്ലേ, ബൾബുകളുടെ പ്രവർത്തനം എന്ത് മാറ്റമാണ് നിരീക്ഷിക്കുന്നത്. അപ്പോൾ അത് എഴുതുക. അതിനുള്ള കാരണം, ആ കാരണത്തിനും 1 മാർക്ക്. അപ്പോൾ ബൾബുകളുടെ പ്രവർത്തനത്തിൽ എന്ത് മാറ്റമാണ് നിരീക്ഷിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും എഴുതുക. അതിന് 2 മാർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ മാറ്റങ്ങൾക്കുള്ള കാരണം എക്സ്പ്ലെയിൻ ചെയ്യുക, അതിന് 1 മാർക്കും കൊടുക്കുക. അപ്പോൾ അങ്ങനെ ടോട്ടൽ B സെക്ഷന് 3 മാർക്ക്, സെക്ഷൻ ഡിയിലെ 10th ക്വസ്റ്റിന് ടോട്ടൽ 4 മാർക്ക്. അപ്പോൾ എക്സാമിൻ്റെ ആൻസേഴ്സുകളെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാം കൃത്യമായിട്ട് നോക്കുക. നിങ്ങൾ എഴുതിയ പേപ്പർ അല്ലെങ്കിൽ ബുക്ക് എടുത്ത് വെച്ച് കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് ചെക്ക് ചെയ്യുക. അതേ രീതിയിലാണോ, പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെയാണോ ആൻസർ എഴുതാൻ സാധിച്ചെന്നുള്ളത് നിങ്ങൾക്ക് സ്വയം പരിശോധിക്കുക കേട്ടോ. എന്തെങ്കിലും തെറ്റും ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എഴുതി തന്നെ പഠിക്കുക. പഠിച്ച് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എഴുതി തന്നെ പഠിക്കുക. അപ്പം ഇനി നമുക്ക് ഓരോ ചാപ്റ്ററിൻ്റെയും ടെസ്റ്റ് പേപ്പേഴ്സൊക്കെ ഇതുപോലെ ഇടാം. പക്ഷേ കുറേ കുട്ടികൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടണും എനേബിൾ ആക്കിയാലേ ഉള്ളൂ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പം എല്ലാ ചാപ്റ്ററിൻ്റെയും വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ കാണുക. ഓരോ ചാപ്റ്റർ തീരുന്ന അനുസരിച്ചിട്ട് നിങ്ങൾ പഠിച്ച് തീരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സ്കൂളിലെയും എല്ലാമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തീരുന്ന അനുസരിച്ചിട്ട് നമുക്ക് എക്സാംസ് ഇതുപോലെയുള്ള യൂണിറ്റ് ടെസ്റ്റുകളൊക്കെ നടത്താം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ആക്കി വെച്ചാൽ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും അപ്ഡേഷനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസോ ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുപോലെ കൂടുതൽ സംശയങ്ങളൊക്കെയുള്ള പോർഷൻസ് നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ആക്കി വെക്കുകയും ചെയ്യുക. അപ്പോൾ ഇനിയും നമുക്ക് ഇതുപോലെയുള്ള വീഡിയോസുകൾ, യൂണിറ്റ് ടെസ്റ്റ്, അതുപോലെയുള്ള അപ്ഡേറ്റുകളും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ എല്ലാവർക്കും യൂണിറ്റ് ടെസ്റ്റിൻ്റെ ആൻസേഴ്സ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. തെറ്റിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരും വിഷമിക്കൊന്നും വേണ്ട, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് എഴുതി പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. അപ്പോൾ ഇനിയും കൂടുതൽ അപ്ഡേറ്റ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്